യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായുള്ള താൽക്കാലിക ധാരണാപത്രത്തിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചതോടെ യുഎസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതിരോധത്തിനപ്പുറം ശക്തമായ തിരിച്ചടിക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറെടുക്കുന്നു. തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ സേന സജ്ജമാണെന്ന് IRGC പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ബ്രിഗേഡിയർ ജനറൽ യദുല്ല ജവാനി ഔദ്യോഗിക ടെലിവിഷനിലൂടെ മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ അപ്രതീക്ഷിതമായ തന്ത്രപരമായ തിരിച്ചടികൾ നേരിടേണ്ടിവരുമെന്നും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ യുഎസിന്റെയും പ്രാദേശിക സഖ്യകക്ഷികളുടെയും വൈദ്യുതി നിലയങ്ങൾ, ഊർജ്ജ ശൃംഖലകൾ, സൈബർ സംവിധാനങ്ങൾ എന്നിവ തകർക്കുമെന്നും IRGC വക്താക്കൾ വ്യക്തമാക്കി. ഇറാന്റെ മണ്ണിൽ പ്രവേശിക്കുന്ന US സൈനികരെ വധിക്കുകയോ തടവിലാക്കുകയോ ചെയ്യുന്ന പുരുഷന്മാർക്ക് $30,000 സ്ത്രീകൾക്ക് ഇരട്ടി തുകയും പാരിതോഷികം നൽകുമെന്ന് പ്രതിരോധ മേധാവി അമീർ ഹതാമി പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ദ്വീപുകളിലും കാർഗോ ദ്വീപിലെ എണ്ണ ടെർമിനലുകളിലും ദ്രുതകർമ്മസേനയെ വിന്യസിച്ചു. പരമോന്നത നേതാവ് മുജ്തബ ഖമനായി സൈന്യത്തിൽ അഴിച്ചുപണി നടത്തുകയും മേജർ ജനറൽ അഹമ്മദ് വാഹിദിയെ IRGC കമാൻഡർ ഇൻ ചീഫായി നിയോഗിക്കുകയും ചെയ്തു. ജൂണിലെ വെടിനിർത്തൽ ധാരണാപത്രം അസാധുവായ സാഹചര്യത്തിൽ US തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ ചില സങ്കീർണതകൾ കാരണം നീളുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ നാവിക പ്രതിരോധത്തെ തകർക്കുമെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും US മുൻപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ തെക്കൻ തീരങ്ങളിലേക്ക് കടന്നുകയറാൻ കുറഞ്ഞത് 100,000 സൈനികരെങ്കിലും വേണ്ടിവരുമെന്നും സാഗ്രോസ് പർവ്വതനിരകളും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും കാരണം US കരയുദ്ധത്തിന് മടിക്കുകയാണെന്നും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായി അഭിപ്രായപ്പെട്ടു. നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അന്ത്യശാസനങ്ങൾക്കും ബാഹ്യസമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധസാധ്യത ഉടലെടുത്തിരിക്കുകയാണ്.